ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. നമുക്കൊരു അടിപൊളി ക്രിസ്മസ് ഗിഫ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ഒരു ബോക്സിൽ നിന്നായിട്ട് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ 20 സെൻറ്റിമീറ്റർ എന്താണ് വരുന്നത്. അപ്പോൾ അത് തന്നെ ഇങ്ങോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു സ്ക്വയർ ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 4 സൈഡിൽ നിന്നായിട്ട് ഞാൻ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ ആ ഒരു ഉള്ളിലെ സ്ക്വയർ ഉണ്ടല്ലോ, അതിന് എന്തോ ഒരു മെഷർമെൻറ്റ് കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്ന പോലെ തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് അളന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് തന്നെയാണ് കിട്ടിയേക്കണേ. ഇനിയിപ്പോൾ നമ്മൾ ക്യാൻവാസ് ഷീറ്റാണ് എടുക്കണേ. എന്നിട്ട് ആ ഒരു ഉള്ളിലെ സ്ക്വയറിൻ്റെ മെഷർമെൻറ്റ് ഉണ്ടല്ലോ, ആ ഒരു അളവനുസരിച്ച് നമ്മളൊരു ക്യാൻവാസ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് പീസിലേക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിന് 4 സൈഡിലായിട്ട് നമ്മൾ സെലോ ടേപ്പ് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആ ഒരു സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ കാർഡ്ബോർഡ് പീസിലേക്കായിട്ട് ഇതുപോലെ ക്യാൻവാസ് ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെയിൻറ്റിങ് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ 3 കളേഴ്സാണ് എടുത്തേക്കണേ. അപ്പോൾ ആദ്യം ഇതുപോലെ നമ്മൾ മുകളിൽ നിന്ന് കുറച്ച് ഭാഗം വിട്ടിട്ട് താഴേക്കായിട്ട് ബ്ലൂ കളർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ അതിനും താഴേക്കായിട്ട് നമുക്ക് വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് കൂടി അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഏറ്റവും മുകളിലുള്ള ഭാഗത്തായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കണേ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു ഓവൽ ഷേപ്പിലായിട്ടാണ് വരച്ചെടുക്കണേ. പിന്നെ മുകളിലേക്കായിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പിലും വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി സ്നോമാനാണ് വരച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ പെയിൻറ്റ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അങ്ങനെ ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ട് നമുക്ക് അതിനുള്ളിലായിട്ട് കംപ്ലീറ്റ് വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തില്ലായിരുന്നോ, അത് ഉണങ്ങുന്നതിന് മുമ്പായിട്ടാണ് കേട്ടോ ഞാനിത് വരച്ചെടുക്കണേ. അതുകൊണ്ട് തന്നെ ആ ഒരു വൈറ്റ് കളറും പിന്നെ ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമുക്ക് കിട്ടണേ. പക്ഷെ അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി നമ്മുടെ സ്നോമാൻ ഒരു തൊപ്പി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ റെഡ് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഇതുപോലെ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ക്രിസ്മസ് തൊപ്പി ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ റെഡ് കളർ പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ഇതുപോലെ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്നോമാൻ്റെ ആ ഒരു നെക്ക് പോർഷനിലും അടിയിലേക്കായിട്ടും ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കണ്ണും മൂക്കൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ സ്നോമാൻ്റെ ഇമേജസ് ഒക്കെ നോക്കുമ്പോൾ ഇതുപോലെ സൈഡിലായിട്ട് ഇങ്ങനെ ബട്ടൺസ് ഒക്കെ വെച്ച രീതിയിൽ കാണാറില്ലേ. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ
പിന്നെ നമ്മളിവിടെയായിട്ട് കുറച്ച് പുല്ലുകളൊക്കെ മുളച്ച് നിൽക്കുന്ന രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രീൻ കളർ ആക്രിലിക് പെയിൻറ്റ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റാണ് എടുക്കണേ. എന്നിട്ട് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൊക്കെ വീഴുന്ന ആ ഒരു രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്നോമാൻ്റെ ആ ഒരു തൊപ്പിയൊക്കെ ഉണ്ടല്ലോ, അതുമേലും ഇതുപോലെ നമ്മൾ കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം നമ്മുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്തോ കാണാനായിട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ നമ്മൾ ആ ഫോം ഷീറ്റൊക്കെ ഒന്ന് പറിച്ച് മാറ്റി വേറൊരു ലുക്കിലാക്കി എടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഒഴികെ ബാക്കി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കൊരു അടിപൊളി പെയിൻറ്റിങ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ബോക്സ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പെയിൻറ്റിങ് ഉണ്ടല്ലോ, അതിനുള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതൊന്ന് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയേക്കണേ. ഇനിയിപ്പോൾ ആ ഒരു ബോക്സിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്കായിട്ട് നമുക്ക് കുറച്ച് പഞ്ഞി വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പെയിൻറ്റിങ് ഒഴികെ ബാക്കി വരുന്ന എല്ലാ സ്ഥലത്തേക്കും ഇതുപോലെ നമ്മളൊന്ന് പഞ്ഞി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എങ്ങനെ ഉണ്ടാവും എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഫോം ഷീറ്റ് സൈഡിൽ ഒട്ടിച്ചേക്കുന്നതാണ് ഇഷ്ടമായിരുന്നെങ്കിൽ ആ ഒരു രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ എനിക്കെന്തോ അതത്ര ഇഷ്ടമായില്ല. ഈ ഒരു സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയേക്കണേ. പിന്നെ അതിനുള്ളിലായിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം ഞാൻ ഒട്ടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. പക്ഷേ അതും എന്തോ കാണാനായിട്ട് എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ അതൊന്നുകൂടി നമ്മൾ പറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ നമ്മളൊരു OHP ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ നമ്മൾ കളർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. ഒരു അടിപൊളി ക്രിസ്മസ് ഗിഫ്റ്റാണ് നമുക്ക് കിട്ടിയേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.